ഹായ്, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈനായിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും, അതുകൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നതും കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത്. അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ, അതിപ്പോ എന്തോ ആയിക്കോട്ടെ, അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വേറൊന്നുമല്ല, നിങ്ങളുടെ കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. ആദ്യം തന്നെ ഈ മീ ടു പരിപാടി നിങ്ങൾ നിർത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് കമന്റ്സ് ഇടുക, നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, കമന്റ്സ് ഇടുക. അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറയാം. അത് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ പറയാനുള്ളത് അത് ഫ്രാങ്ക്ലി ഹോണസ്റ്റ്ലി കാര്യം കൊണ്ട് പറയുക. കാരണം മറ്റൊരാൾക്കാരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഈ പേജിലെ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അപ്പോൾ ഇത് മുതലാവുന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 hours ആണ് പണിയുള്ളത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ, 25,000 രൂപ ഓൾമോസ്റ്റ് ആ ഒരു സംഭവത്തിന് വരുന്നുണ്ട്. ആൻഡ് ഡ്രസ്സിനൊക്കെ വന്നിട്ട് വളരെ കുറവാണ്, 399, 299 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഓൺലൈൻ ബൂട്ടിക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട് ഓൺലൈൻ ബൂട്ടിക് സംഭവങ്ങൾ. ആൻഡ് ഇവരുടെ മലയാളീസ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ജോബ് ഒരു വല്ലാത്തൊരു ഘടകമാണ്. അപ്പം ജോബ് കിട്ടാത്തതുകൊണ്ടും ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ കൊണ്ടും വീട്ടുകാരുടെ പ്രശ്നം കൊണ്ടും കുടുംബത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ജോബിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ തന്നെ ഒരുപാട് ജോബിൽ ട്രൈ ചെയ്തിട്ടും അങ്ങോട്ട് പൈസ കൊടുത്തിട്ടും, കാരണം ജോബ് കിട്ടാനുള്ള ആ ഒരു ആക്രാന്തം കൊണ്ടും അവസ്ഥ കൊണ്ടൊക്കെ ഒരുപാട് പൈസ കളഞ്ഞവരും ഇതിനകത്ത് ഉണ്ട് അല്ലേ. പല ആൾക്കാരും ഉണ്ട് പൈസ നഷ്ടപ്പെട്ടിട്ട് മേപ്പോട്ട് നോക്കിയിരിക്കുന്നവർ, കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു ചൂഷണമാണത്. ഒരുപാട് ഇതിൽ റിയാക്ഷൻസും കേസെടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഇതിനകത്ത് ഓൺലൈൻ ബ്യൂട്ടിക്കിൽ ഈ സംഭവത്തിൽ ഏജ് ലിമിറ്റ് വയ്ക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ എന്തിനാണ് ആ ഏജ് ലിമിറ്റ് എന്നുള്ളൊരു സംഭവം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത് ഓൺലൈനിൽ കൂടെ നടത്തുമ്പോൾ സ്ത്രീകൾക്ക് ഇപ്പം ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ജോബ് കൊടുക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പം മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ വീഡിയോന്റെ കമന്റ് സെക്ഷനിലോട്ട് ഒന്ന് എത്തി നോക്കാം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവമാണ്. ഒരു മിനിറ്റ് മോളെ, ഞാൻ ഈ കമന്റ് ഒന്ന് വായിച്ചോട്ടെ. അപ്പം ജോലി ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ദൈവത്തെ ഓർത്ത് ആ വീഡിയോ കണ്ടിട്ട് പോവല്ലേ. എൻ്റെ എക്സ് ഫോൺ കേടായിപ്പോയി, അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് പ്രൂഫ് കാണിക്കായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രീ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. അവർ എക്സ്ട്രാ പൈസ വാങ്ങുന്നുണ്ട്. പിന്നെ സ്റ്റാഫ് ഒക്കെ മെസ്സേജ് റിപ്ലൈ പോലും ചെയ്യില്ല. പേയ്മെന്റ് ചെയ്തിട്ട് ഇത്ര ഡേയ്സ് കഴിഞ്ഞാൽ ഡ്രസ്സ് കിട്ടും, അത് അവരെ കോൾ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ വേറൊരു ഇതിൽ ഞാനിപ്പോൾ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയും ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നു, ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, വളരെ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്, ഉടായിപ്പാണ്, ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഇതിലും യോഗ്യത ടെക്സ്റ്റൈൽ ഷോപ്പിനുണ്ട്, ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല, വിവരവും ബോധവും വേണം, പാവങ്ങൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ക്യാഷ് ഉള്ളവർക്കാണ് അവിടെ ജോബ് കൊടുക്കുന്നത്. ഭർത്താവ് ഒരു കഴിവില്ലാത്തവനാണ്, ഭാര്യയാണ് അവിടെ ഭരിക്കുന്നത്. അതുമല്ല അവളുടെ പെരുമാറ്റം വളരെ മോശമാണ്. എൻ്റെ അമ്മയും ഞാനും കൂടി ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞാണ് ഇറങ്ങിയത്. ആര് പറഞ്ഞു ഭർത്താവ് ഒരു കഴിവില്ലാത്തവനാണെന്ന്? മൊണ്ണനാണ് ഷൊണ്ണനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആളങ്ങനെ അല്ല കേട്ടോ. ആള് ഭയങ്കര ലൈക്ക് ത്രെട്ടും സംഭവവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ പോലും ആരും ഇതുവരെ കേസ് കൊടുത്തില്ല. ശരിയാണ്, ഈ കൊച്ചു ചോദിച്ചു കഴിയുമ്പോൾ ഒരുപാട് തൊലി വെളുപ്പ് നോക്കിയിട്ടാണ് ജോലിക്ക് എടുക്കുന്നത്. അതെന്താ ഓൺലൈൻ ബ്യൂട്ടിക്ക് തന്നെ അല്ലേ അത്?
3 മണിക്കൂർ പണി കഴിഞ്ഞ് ബാക്കി എന്റർടൈൻമെന്റ് എന്നാണ് പറഞ്ഞത്. എന്താണ് ആ എന്റർടൈൻമെന്റ്? കൈകൊട്ടിക്കളിയും DJ-യും മറ്റേ മാർഗം കളിയൊക്കെയാണോ? തൊലി വെളുപ്പുള്ളവർക്ക് മാത്രമേ ജോലി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വർക്ക് എന്താ അവിടെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആരും പോകരുത്. എൻ്റെ കൂടെ വന്ന കുറച്ച് ഗ്ലാമർ ആയിട്ടുള്ള കൊച്ചിനോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ തൊട്ട് ജോലിക്ക് കയറാൻ ഞങ്ങളോട് പറഞ്ഞത് വിളിക്കാമെന്നാണ്. അപ്പോൾ ഇവരെന്തുവാ ജോബ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മോശം അനുഭവമാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസത്തേക്ക് ഫ്രീ ആണ്, അതായത് സാലറിയും കാര്യങ്ങളൊന്നും തരില്ല. അത് കഴിയുമ്പോൾ ഇവരങ്ങോട്ട് പറഞ്ഞു വിടും, അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 299 399 വർക്കും കാര്യങ്ങളൊക്കെ ഈസി അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് പ്രതികരിക്കാൻ ആളില്ലാത്തവന്റെ കുഴപ്പമാണ്. ഓഫ് കോഴ്സ് പ്രതികരിക്കാൻ ആളില്ലാത്തതിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ഈ കുട്ടിയെങ്കിലും സംസാരിക്കാനുള്ള മനസ്സ് കാണിച്ചപ്പോഴാണ് ഇത്രയും ഓൾമോസ്റ്റ് എത്ര കമന്റ്സാ വന്നിരിക്കുന്നത്? ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പൊ ഇവരൊന്നും ആരും എവിടെയും മിണ്ടിയോ കംപ്ലൈന്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനകത്തൊരു കമന്റ് ഉണ്ടായിരുന്നു, കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അടൂർ പോലീസ് സ്റ്റേഷൻ നമ്മുടെയാണ്, അതിന്റെ കല്ലിട്ടത് ആ പുള്ളിയാണ്, ഈ കഴിവില്ലാത്തവനാന്ന് പറഞ്ഞ ഭർത്താവാണ് അതിനുള്ള മണ്ണ് കുഴച്ച് കല്ലുണ്ടാക്കി അവിടെ കൊണ്ടിട്ട് സ്റ്റേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ പോലീസുകാരൊക്കെ എന്താ വെറുതെ അപ്പോൾ പൈസ കൊടുത്ത് കേസ് ഇതാക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് ഉടായ്പ് മാത്രമല്ല ഗുണ്ടായിസവും ഉണ്ട്. കുട്ടിക്ക് മലയാളം അറിയാം വൃത്തിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എനിക്ക് പ്രിയ മലയാളീസിനോട് പറയാനുള്ളത്, സ്പീക്കപ്പ്. ഇവിടെ ഇത്രയും കമന്റ്സ് വന്നു, ഇത്രയും ആൾക്കാർ ഇപ്പൊ വന്നിട്ട് ഖാമ എന്നൊരു അക്ഷരം മിണ്ടിയില്ല. കാരണം അത് പേടിച്ചിട്ടാണ്. സാധാരണക്കാരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കാരണം അവര് പൈസ കൊടുത്ത് ഇതാക്കുന്നു പറയുന്നു, ത്രട്ടൻ ചെയ്യുന്നു. അപ്പം ഒന്നാമത് ജോലിയും ഇല്ല, പിന്നെ വീട്ടിലുള്ളവരുടെ പ്രശ്നമൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെയാണ് നിന്നിട്ടാണ് ഈ വിഷയം ഉണ്ടാവുന്നത്. അപ്പം ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അവസ്ഥ ജോബില്ലെങ്കിൽ റിയാക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിവെളുപ്പും മറ്റും കണ്ടിട്ട് ജോലി നോക്കുക എന്നുള്ള സംഭവങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. 5 ദിവസം ട്രെയിനിങ്, അപ്പോഴാണ് നമ്മുടെ കമ്മീഷൻ കാര്യം അറിയുന്നത്. അതിലൂടെ അവർ നമ്മളെ പൈസ കിട്ടും, കിട്ടിയവർ ഇവിടെ ഉണ്ട് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം മൊത്തം ഉടായ്പാണ് ഈ സംഭവങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ജോബ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇമാതിരി അറാമ്പറമ്പ് പരിപാടിയിലേക്ക് നിൽക്കാതെ ഇരിക്കുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്താൽ മീറ്റു പരിപാടി നിർത്തുക, സ്പീക്കപ്പ് ചെയ്യുക. കാരണം ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം, അപ്പോൾ പിന്നെ അയാളും കൂടി എനിക്ക് വേണ്ടി ഹൊയ്യിടൂ എന്നുള്ള പരിപാടി നിർത്തുക. അപ്പോൾ ഇതേപോലത്തെ ഒലിവിയ ഡിസൈൻ സംഭവങ്ങളൊന്നും എന്തിനാ വെറുതെ അങ്ങനത്തെ ഒരു കച്ചവടവും കാര്യങ്ങളും. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ആരും എന്തും ചെയ്യാമെന്നാണോ? പോലീസിൻ്റെ ഒക്കെ പൈസ കൊടുത്ത് തീർക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു ഉടായ്പ കാര്യങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിഷയം ഉണ്ടായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ റിയാക്ട് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ജോലിയൊക്കെ കിട്ടും. കാരണം നമ്മൾ ട്രൈ ചെയ്യുക, മാക്സിമം ജോബും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇതേപോലത്തെ ഉടായ്പിലേക്കൊന്നും പോവാതിരിക്കുക, ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഫേസ് ചെയ്താൽ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യുക. പണത്തിന് മേലെ വരുന്നും പറക്കില്ല എന്നൊക്കെയാണ്. എന്നാൽ പോലും ലൈക്ക് അതിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാവുന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഓൾമോസ്റ്റ് മറുനാടൻ മലയാളിയൊക്കെ ഇതിനെതിരെ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാണെങ്കിലും ആ കമ്പനിയുടെ ഓൺലൈൻ കമ്പനി ആ സംഭവത്തിൻ്റെ സുന്ദരികളായ പെൺകുട്ടികൾക്ക് പ്രത്യേകം ജോലി കൊടുക്കുന്ന ആ ഒരു റെപ്യൂട്ടേഷൻ ഏകദേശം ഇടിഞ്ഞു. ഇനി ഇതിനെതിരെ ഈ സംസാരിച്ചവർക്കെതിരെ ഇയാൾ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് നോക്കാം. സോ ഗൈസ്, മീ ടു കൺസെപ്റ്റ് നിർത്തിയിട്ട് സ്പീക്കപ്പ്. ഓക്കെ.